എൻ്റെ പേര് ഡോക്ടർ നിമിഷ. മൗലാന ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ പൾമനോളജിസ്റ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന ഒരു സ്ഥലം സ്ലീപ്പ് ഡിസോർഡറിനെ കുറിച്ചാണ്. കൂർക്കം വലി ആക്ച്വലി ആ കൂർക്കം വലിക്കുന്ന ആൾക്ക് അത് അത്ര വലിയ ശല്യമായിരിക്കില്ല. പൊതുവേ അത് കൂടെ കിടക്കുന്ന ആൾക്കും അവിടുത്തെ വീട്ടുകാർക്കാണ് അത് ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാവുന്നത്. അപ്പൊ നമ്മൾക്ക് അന്നാ കൂർക്കം വലിക്കുന്ന എല്ലാവർക്കും ഈ പറയുന്ന ഒരു സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് കാണുന്ന ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുന്നത് OSA എന്ന് പറയുന്ന സംഭവമാണ്. അതായത് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. എന്നാ എല്ലാ കൂർക്കമ്പലിക്കാർക്കും സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറഞ്ഞ OSA എന്ന സംഭവം ഉണ്ടാവില്ല. പക്ഷേ ഒരുവിധപ്പെട്ട മെജോറിറ്റി ആൾക്കാർക്കും ഭൂരിഭാഗം ആൾക്കാർക്കും ഈ OSA ഉള്ളവർക്ക് കൂർക്കമ്പലി ഉണ്ടാകും. ഈ OSA എന്ന റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത്, അതായത് വരാൻ സാധ്യത കൂടുതലുള്ളവർക്ക് കുറച്ച് പതിവിനേക്കാളും കൂടുതൽ കുറച്ചധികം തടിയുള്ളവർക്കാണ്. അതായത് വലിയ കുടവയറുള്ളവർക്ക്, അതല്ലെങ്കിൽ കഴുത്തിൽ കുറച്ചധികം കൊഴുപ്പുള്ളവർക്ക്, തടി ഇവിടെ കഴുത്തിന്റെ ഭാഷ തടിയുള്ള ചെറിയ കഴുത്തുള്ളവർക്ക്. പിന്നെ ഇങ്ങനെയുള്ളവർക്ക് എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് തടി മാത്രം കാണുന്നവർ കൂടാണ്ട് മെലിഞ്ഞ ആൾക്കാർക്കും OSA ഉണ്ടായേക്കാം. അതെന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന്റെ ഉള്ളിലെ കൊഴുപ്പ് കെട്ടിക്കിടന്നാൽ പോലും നമുക്ക് OSA ഉണ്ടായേക്കാം. അത് കൂടുതലും കാണുന്ന പെണ്ണുങ്ങൾക്കാണ്. അപ്പൊ മെലിഞ്ഞിട്ടുള്ള പെണ്ണുങ്ങൾക്കാണെങ്കിലും OSA ഉണ്ടായേക്കാം. കൂടുതലും കോമൺ തടിച്ചവർക്കാണെങ്കിലും. പിന്നെയുള്ളത് നമ്മുടെ മുഖത്തിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ, അതായത് മുഖത്തിന്റെ ഒരു ആകൃതിയിലെ വ്യത്യാസങ്ങൾ എന്തെങ്കിലും ഉള്ളത്, ചെറിയ താടിയെല്ലുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് കണ്ടുവരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ശ്വാസകോശം എന്ന് പറയുന്നത് അതൊരു കുഴല് പോലെയാണ്. അപ്പൊ അതിന്റെ ഒരു വശത്ത് മാത്രമേ എല്ലുള്ളൂ. അപ്പൊ ഈ മാംസം ഇവിടെ തടിയുമുള്ള ആൾക്കാർക്കും ഇവിടെ കഴുത്തിന്റെ അവിടെ കൊഴുപ്പുള്ളവർക്ക് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പ് ഉറക്കത്തിലോട്ട് പോകുന്ന സമയത്ത്, ഒരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകുന്ന സമയത്ത് ഈ മസിൽസ് ഒക്കെ റിലാക്സ്ഡ് ആവില്ല നമ്മൾ ഉറങ്ങുന്ന സമയത്ത്. അപ്പൊ ഈ കുഴലിന്റെ മുകളിൽ കുറച്ച് പതിവിനേക്കാളും കൂടുതൽ ഭാരമാണ്. അപ്പൊ അതുകൊണ്ട് ആ കുഴലൊന്ന് ചുരുങ്ങും ചെറുതായിട്ട്. അപ്പോഴാണ് നമ്മൾ കൂർക്കം വലി തുടങ്ങുന്നത്. എന്നാൽ ചുരുങ്ങി ഒരു സമയം എത്തുമ്പോൾ നമ്മൾ ഒത്തിരി ഡീപ്പ് സ്ലീപ്പിലോട്ട് പോണ സമയത്ത് അത് മൊത്തത്തിൽ അങ്ങോട്ട് ഒരുവിധം പെട്ടതുകൊണ്ട് അടയും. ആ സമയത്ത് ഓക്സിജൻ താഴും. അപ്പൊ ആ ഓക്സിജൻ താഴുന്ന സമയത്ത് എന്താ, നമ്മുടെ ബ്രെയിൻ നമ്മളെ ഉണർത്തും. നമ്മൾ ശ്വസിക്കുന്നില്ലല്ലോ. അങ്ങനെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. ഇതാണ് സംഭവിക്കുന്നത് ആക്ച്വലി. അത് ഞെട്ടി എണീക്കുമ്പോൾ മസിൽസ് ഒക്കെ വീണ്ടും പഴയ പോലെയാവും, സാധാ പോലെയാവും കുഴല്. എന്നിട്ട് വീണ്ടും നമ്മൾ സാധാ പോലെ ഉറങ്ങി തുടങ്ങും. പിന്നെ വീണ്ടും അതിങ്ങനെ താഴും. അപ്പൊ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതിന്റെ ദൂഷ്യഫലങ്ങൾ എന്താണ് വരുന്നത് ആക്ച്വലി. അപ്പൊ ദൂഷ്യഫലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾക്ക് ഈ ഓക്സിജൻ കുറയണ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കല്ലേ. അപ്പൊ ഇതുപോലെ ഈ പേഷ്യൻസ് ഉറക്കത്തിനിടയിൽ ഇങ്ങനെ ഞെട്ടി എണീക്കും. ചിലവർക്ക് ഞെട്ടി എണീക്കുന്നതായിട്ട് അവർക്ക് തോന്നില്ല. ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് മൂത്രമൊഴിക്കാൻ പോകുന്ന ഒരവസ്ഥ. അതാണ് ഒന്ന് കാണപ്പെടുന്നത്. പൊതുവെ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ BP ഒരു 10% കൂടുതൽ താഴും. അത് സാധാ എല്ലാവർക്കും ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ OSD ഉള്ള പേഷ്യൻസിന് എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ താഴുന്ന ഉണ്ടാവില്ല BPയുടെ. അത് കൂടാണ്ട് പെട്ടെന്ന് ഞെട്ടി എണീക്കുന്ന സമയത്ത് BP പെട്ടെന്ന് അങ്ങോട്ട് കൂടും. അപ്പൊ ഓൾറെഡി BP ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ BP കൂടുന്ന സമയത്ത് ഉറക്കത്തിനിടയിൽ സ്ട്രോക്ക്, അറ്റാക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ OSA അത്രയും ഡേഞ്ചറസ്. പിന്നെ ചില BPയും ഷുഗറും ഉള്ളവർക്ക്, പുതിയതായിട്ട് BP ഷുഗറും ഇല്ലാത്തവർക്ക് വന്നേക്കാം OSA ഉള്ളവർക്ക്. അത് കൂടാണ്ട് BP ഷുഗർ ഓൾറെഡി ഉള്ളവർക്ക് ഒരു 3 കൂടുതൽ മരുന്നുകൾ കഴിച്ചിട്ടും ഇത് കൺട്രോൾ ആവാത്ത ഒരു അവസ്ഥയുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കൂർക്കമ്പലി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കൂടെ OSA ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടതാണ്. പിന്നെ അപ്പൊ സംഭവം ഈ പറയുന്ന ആൾക്കാർ ഒരു 6-8 മണിക്കൂർ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണീക്കുന്നത് തലച്ചോറിന് റെസ്റ്റ് ഇല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മളെ എണീപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശ്വാസം വലിക്കലും നിൽക്കുന്ന സമയത്ത്. അപ്പൊ എന്താ, നമ്മള് കാലത്ത് എണീക്കുകയാണെന്നുണ്ടെങ്കിൽ 6-8 മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും. എത്ര ഉറങ്ങിയാലും ആ ഉറക്കത്തിന്റെ അതിന്റെ ഒരു ഉണർവുണ്ടാവില്ല. അപ്പൊ എപ്പോഴും നമ്മൾ ഉറക്കം തൂങ്ങിയ ഒരു അവസ്ഥയിലായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർ എവിടെയെങ്കിലും വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉറങ്ങി വീഴുന്നത്. ഇപ്പൊ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണെങ്കിൽ അവരുടെ ഉറങ്ങിപ്പോവും. അതല്ലെങ്കിൽ ഒരു TV കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്താണെങ്കിൽ അവർ ഉറങ്ങിപ്പോവും. ഭക്ഷണം കഴിഞ്ഞ് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രൈവ് ചെയ്ത് ആരെങ്കിലും ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറങ്ങിപ്പോവും. ഇങ്ങനത്തെ ദൂഷ്യഫലങ്ങൾ കാണുന്നത്. ഇതെന്താ വേറൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് എവിടെയാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു ലോങ് ഡ്രൈവ് പോണ നേരത്ത്, ഒരു ഹൈവേയിൽ എവിടെയെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കുന്ന സമയത്ത് അവർ ഉറങ്ങിപ്പോവും. ആ ഉറങ്ങിപ്പോണത് നമുക്ക് ആ ഓടിക്കുന്ന ആൾക്ക് മാത്രമല്ല നാട്ടുകാർക്കാണെങ്കിലും അത് ദോഷമാണ് ആക്ച്വലി. ആക്സിഡൻസ് ഉണ്ടാവാൻ ഭയങ്കര സാധ്യത കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ ദൂഷ്യഫലങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ സാധ്യത മദ്യപിക്കുന്നവർക്കും പുകവലിക്കുന്നവർക്കും പിന്നെ അതിന്റെ കൂട്ടത്തിൽ ശ്വാസമുട്ട് സംബന്ധമായിട്ടോ COPD അങ്ങനത്തെ പറയുന്ന അസുഖങ്ങൾ ഉള്ളവർക്കാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പുകവലി മദ്യപാനം നിർത്തേണ്ടതുമാണ്. പിന്നെ ആസ്മ COPD എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൺട്രോളിലായിട്ട് വെക്കേണ്ടതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ OSA ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ അറിയാൻ പറ്റും? OSA ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പോളിസോംനോഗ്രഫി എന്ന് പറഞ്ഞൊരു ടെസ്റ്റാണ്. അതായത് സ്ലീപ്പ് സ്റ്റഡി. അത് നമുക്ക് വീടുകളിലായാലും ചെയ്യാം, ഹോസ്പിറ്റലിലായാലും ചെയ്യാം. പക്ഷെ ഏറ്റവും സ്റ്റാൻഡേർഡ് എന്ന് നമ്മൾ പറയുന്നു
കറക്റ്റ് ശരിയായ രീതിയിൽ എല്ലാ പാരാമീറ്റേഴ്സും നോക്കാനായിട്ട് ഏറ്റവും നല്ലത് ചെയ്യുന്നത് ഹോസ്പിറ്റലിൽ ഒരു സ്ലീപ്പ് ടെക്നീഷ്യൻ ഉള്ള സ്ഥലത്ത് സ്ലീപ്പ് ലാബിൽ വന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ടെസ്റ്റ്. അപ്പോൾ അവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടന്നുറങ്ങാൻ വരും. എത്ര മണിക്കാണോ എണീക്കണേ, 4 മണിയോ 5 മണിയോ 8 മണിയോ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എണീറ്റ് കഴിഞ്ഞാൽ വീട്ടിൽ പോവാം. അത് കഴിഞ്ഞ് റിപ്പോർട്ട് വന്ന് കാണിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എപ്പോഴും ആ ഡയഗ്നോസ് ചെയ്യാൻ ഒരു പോളിസോണോഗ്രഫി ഹോസ്പിറ്റലിൽ സ്ലീപ്പ് ലാബിലാണ് ചെയ്യേണ്ടത്. OSA ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞതിന് തീരുമാനിച്ചതിന് ശേഷം പിന്നെ ഒരു ട്രീറ്റ്മെന്റ് ഭാഗം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ഞാൻ പറഞ്ഞ പോലെ ശ്വാസകോശം ഒരു കുഴൽ പോലെയാണല്ലോ. അപ്പം നമുക്കൊരു സ്ട്രോ ഒട്ടിപ്പിടിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക, അതിനുള്ളിൽ ഊതും അത് വികസിച്ച് തിരിച്ചു വെക്കാനായിട്ട്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചികിത്സയായിട്ട് ചെയ്യുന്നത്. ആക്ച്വലി അതിനൊരു മരുന്ന് എന്ന് പറയാനല്ല ആക്ച്വലി ഉള്ളത്. അപ്പം ആ ഒട്ടിപ്പിടിച്ച് പോണ സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു എയർ വിടാൻ നോക്കുന്നു. അപ്പം മൂക്കിൽ വെക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നമ്മൾ വെക്കുക, CPAP എന്ന് പറയുന്നത്. അതായത് കണ്ടിന്യൂസ് പോസിറ്റീവ് എയർവേ പ്രഷർ തരുന്ന ഒരു മെഷീൻ. അതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ശ്വാസകോശം അടഞ്ഞ് ചെറുതായി പോവാൻ സാധ്യതയുള്ള സമയത്ത് നമുക്ക് ഒരു എയർ തന്നിട്ട് അത് തുറന്നു വെക്കും. അപ്പോൾ കുറുക്കം വലി ഉണ്ടാവില്ല, ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി എണീക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഇത് തുടക്കത്തിലൊന്ന് വെച്ച് തുടങ്ങുമ്പോൾ ആർക്കായാലും ഒരു ബുദ്ധിമുട്ടായിരിക്കും ആദ്യത്തെ ഒരു 1 2 ആഴ്ച. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കണ്ണാടി വെക്കുന്ന പോലെ. അപ്പം നമുക്ക് കാഴ്ചയ്ക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മളതൊന്നും അറിയില്ല. പിന്നീട് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ണാടി വെച്ച് കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുക, എനിക്ക് ഇത്രയും കാഴ്ച ഉണ്ടായിരുന്നു, ഇത്രയും നല്ല രീതിയിൽ വൃത്തിക്ക് കാണാൻ പറ്റുമായിരുന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ ആ കണ്ണാടി സ്ഥിരം വെക്കും. അതേപോലെ തന്നെയാണ് ഈ CPAPും ഒരു കണ്ണാടി വെക്കുന്ന പോലെ തന്നെയാണ്. അത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് വെക്കുന്ന പോലെ. എപ്പോഴാണോ ഉറങ്ങണേ അപ്പോൾ വെക്കുക. ഉച്ചയ്ക്ക് കുറേ നേരം ഉറങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കും വെക്കേണ്ടി വരും. അതല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് മാത്രം. അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നീട് സുഖമായി കിടന്ന് ഉറങ്ങുന്നതും ഇടയ്ക്ക് ഉറക്കത്തിൽ ഞെട്ടി എണീക്കാണ്ടിരിക്കുന്നതും പിന്നെ കുറുക്കം വലി വലിക്കാണ്ടിരിക്കുന്ന സമയത്തും അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ, പാർട്ട്ണറിന് സുഖമാണ്, നമുക്കും നല്ല സുഖമായിരിക്കും. പിന്നെ കാലത്ത് എനിക്കുമുള്ള ക്ഷീണം ഉണ്ടാവില്ല, തലവേദന ഉണ്ടാവില്ല, കുറച്ചും കൂടി നമ്മൾ ആക്റ്റീവ് ആയിരിക്കും. അപ്പം നമ്മൾ അതിൻ്റെ ആ ഗുണങ്ങളും ആ ഉറക്കത്തിലെ വ്യത്യാസങ്ങളും കാണുമ്പോൾ നമ്മൾ തന്നെ അത് വെച്ച് തുടങ്ങും. അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.